ഹലോ, ഇന്നത്തെ നമ്മളുടെ ഹാമ്പർ സെറ്റിങ് എനിക്ക് ഭയങ്കര സന്തോഷവും ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. വേറൊന്നുമല്ല, നമ്മുടെ വെന്യൂൻ്റെ HR-ന് വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ഹാമ്പർ സെറ്റ് ചെയ്യുന്നത്. ആളുടെ ഹസ്ബൻഡ് പുള്ളിക്കാരി അറിയാതെ നമ്മുടെ അടുത്ത് സർപ്രൈസായിട്ട് ഗൂഗിളിൽ നിന്ന് നമ്പറൊക്കെ തപ്പിയെടുത്ത് ഓർഡർ ചെയ്തേക്കുക. അപ്പോൾ കുറേ ഇഷ്ടങ്ങളൊക്കെ പറഞ്ഞിരുന്നു, ഇതൊക്കെയാണ് വൈഫിന് ഇഷ്ടം. പിന്നെ ഞാനും സ്ഥിരമായിട്ട് കാണുന്ന ആളായതുകൊണ്ട് തന്നെ പുള്ളിക്കാരിയുടെ ടേസ്റ്റ് എനിക്കും അറിയാമായിരുന്നു. സോ അതൊക്കെ വെച്ചിട്ട് ഞങ്ങൾ തന്നെ പിക്ക് ചെയ്ത കുറേയധികം സാധനങ്ങളാണ്. ഇതൊക്കെ വെച്ചിട്ട് നമ്മളിന്ന് ഹാമ്പർ സെറ്റ് ചെയ്യാൻ പോവാം. വെഡ്ഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ടും പിന്നെ ഓണവും കൂടെ ആയതുകൊണ്ട് ആളുടെ ഹസ്ബൻഡ് പ്രത്യേകം പറഞ്ഞിരുന്നു ഒരു സെറ്റ് സാരി അല്ലെങ്കിൽ സെറ്റ് മുണ്ട് നല്ലൊരു സാധനം വേണം, അത് നോക്കിയൊന്ന് ചൂസ് ചെയ്യണമെന്ന്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കണ്ടുപിടിച്ച് എടുത്ത ഒരു സാരിയാണിത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യൂട്ട് കുങ്കുമച്ചപ്പാട്ടോ, അതിൽ കുങ്കുമവും കൂടെ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. വെഡ്ഡിങ് ആനിവേഴ്സറി ആണല്ലോ, അപ്പോൾ പിന്നെ ആ ഒരു പവിത്രമായ വിവാഹത്തെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ നമ്മളൊരു കുങ്കുമച്ചപ്പും കൂടി സെറ്റ് ചെയ്തു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൽ നമ്മൾ സാരിക്കും കൂടി മാച്ച് ആവുന്ന രീതിയിൽ ഒരു സെറ്റ് മാലയും ജിംകയും കൂടിയുള്ള ഒരു ആൻറ്റിക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളുടെ ഒരു ക്യൂട്ട് ജിംകയാണ്. നമ്മൾ മറ്റേ ജിംകി മാച്ച് ആയില്ലെങ്കിൽ നമ്മളൊരു ഗ്രീൻ കളർ ജിംകയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതേ ഒരു ഗ്രീൻ കളർ ക്ലിപ്പ്, പിന്നെ ഐലൈനറും കാജലും. ഇനി നമുക്ക് കണ്ണ് എഴുതാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞി കണ്ണാടി. ഇനിയിപ്പോൾ പൊട്ട് മാത്രമായിട്ട് കുറയ്ക്കേണ്ടെന്ന് വെച്ചു. പിന്നെ ഇതേ ഒരു ക്യൂട്ട് കപ്പിൾസ്. ഇതൊരു കീ ചെയിൻ കേട്ടോ. ഇതാരും പറഞ്ഞിട്ടല്ല, എനിക്ക് കണ്ടിട്ട് ഭംഗി തോന്നിയിട്ടാണ് വാങ്ങിച്ചത്. കണ്ടപ്പോൾ ഭംഗി തോന്നുന്നുണ്ട്. കുറച്ച് ക്യൂട്ട് ക്ലിപ്പുകളൊക്കെ നമ്മൾ വാങ്ങിയെടുത്തു. ഇതിൻ്റെ ജിംകയുടെ ഒരു വെറൈറ്റി കേട്ടോ. ജിംകയാണ് വൈഫിന് ഇഷ്ടം എന്ന് ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു വെറൈറ്റി ജിംക ആയിക്കോട്ടെ എന്ന് വെച്ചു. പിന്നെ ദേ ഒരു ക്യൂട്ടി പാവ ലൈറ്റ് വെക്കുന്നുണ്ട്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എന്ന് പറയുന്ന പോലെ നമ്മുടെ എവർഗ്രീൻ ചോക്ലേറ്റ്സ്. മാത്രമല്ല ഇനിയും നാടനും ഫോറിനും കൂടെ മിക്സ് ആയിട്ടുള്ള ചോക്ലേറ്റ്സ്. ഇനി നമുക്ക് ഇതിനൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് സെറ്റാക്കി അടിപൊളിയാക്കി രാവിലെ പൂജ ഓഫീസിൽ വരുമ്പോൾ നമ്മൾ സർപ്രൈസ് കൊടുക്കുന്നതായിരുന്നു. നമുക്ക് അവർക്കൊരു ഫാമിലി ഫോട്ടോ കൂടി. ഇതൊരു ഹാൻഡ് ബാഗാണ്, പക്ഷെ കുറച്ച് സ്പേസ് ഒക്കെ ഉണ്ട്. വെറുതെ ഇങ്ങനെ നമുക്ക് ഒരു ഫങ്ഷനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പിങ്ക് ഹാൻഡ് ബാഗ്. അങ്ങനെ നമ്മളുടെ നാളത്തേക്കുള്ള വെഡ്ഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ പൂജ ഓഫീസിൽ വരുമ്പോൾ സർപ്രൈസായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറേ പദ്ധതികളൊക്കെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നാളത്തെ സർപ്രൈസ് വീഡിയോ കൂടെ ആഡ് ചെയ്തിട്ട് കാണാം. The next day. അപ്പൊ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഇതിലേക്ക് വേണ്ടിയിട്ട് എൻ്റെ ഹസ്ബൻഡ് പ്രത്യേകം പറഞ്ഞ പല സാധനങ്ങൾ ഓപ്പൺ ചെയ്ത ഹസ്ബൻഡിനെ കാണിക്കണമെങ്കിൽ ഒന്നും കണ്ടിട്ടില്ല. ഞാൻ തന്നെ എൻ്റെ ഇഷ്ടത്തിന് എല്ലാ ബാക്കി വെച്ചേക്കുവാ. ഇതിലെ അയച്ചു കൊടുത്തോളാമേ എടുക്കണം കേട്ടോ. ഈ സാധനം ഞാൻ ഫോട്ടോ സഹിക്കാം. എല്ലാവരും കൂടെ ചേർന്ന്
കാശ് പറയാൻ കൊടുക്കണം നമ്മൾ സ്വീകരിച്ചിരിക്കുന്നു. പിന്നെ ആ ചോക്ലേറ്റിന്റെ ബോക്സിന് വഴിക്ക് പക്ഷെ അതൊക്കെ ഭർത്താവ് പറഞ്ഞു ഭാര്യക്ക് ഇഷ്ടമുള്ള ചില സാധനങ്ങളൊക്കെ. എനിക്ക് വയ്യ. എന്നോട് പറഞ്ഞു ഞാൻ വന്നിട്ട് കേക്ക് കട്ട് ചെയ്യാൻ ഞാൻ ഇല്ലാത്തോണ്ട് നീ ചെയ്യുന്ന കുറച്ച് ദിവസം കൂടെ അല്ലേ ഉള്ളൂ എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകമായി ഭർത്താവ് പറഞ്ഞു ഭാര്യക്ക് ഇഷ്ടമുള്ള ചില സാധനങ്ങളൊക്കെ ഏതായാലും ചോക്ലേറ്റ് ഞങ്ങൾ 2 ദിവസം കൊണ്ട് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. ഇത് നോക്കി ആ ചോക്ലേറ്റ് കുറച്ച് വാരി ചെറിയ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഹസ്ബൻഡിനെ വിളിക്കുന്നത് കാണി ഒന്നും കണ്ടിട്ടില്ല. വിളിച്ചിട്ട് വീഡിയോ പ്രോസസ് കേക്ക് കട്ടി. ഞാൻ എന്ത് ചെയ്യുന്ന പറ്റിച്ചു ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. ഭയങ്കര അഞ്ജലിയോടും രാഹുലിനോടും പ്രത്യേകം താങ്ക്സ് പറഞ്ഞില്ല. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. എന്നോട് ആ വിധമൊക്കെ ഞങ്ങൾ പറഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ കേക്ക് കട്ടിയും കൂടെ കഴിയാൻ ഞങ്ങൾക്കൊരു ഇതിനുവേണ്ടി വെയിറ്റ് ചെയ്തതാ. ആദ്യം റെപ്രസെന്റ് ചെയ്ത് ഞാൻ തന്നെ വരാനുള്ള ഓക്കെ. അപ്പൊ നിങ്ങൾ ഒരുപാട് സന്തോഷത്തോടെ ജീവിക്കും. ഒരുപാട് ഓക്കെ. പൂജയ്ക്ക് സന്തോഷം കണ്ടിട്ടുള്ളത് കാണിച്ചു കൊടുക്കണം. ഞാൻ പറഞ്ഞ എല്ലാ കഴിഞ്ഞ കാശ് എന്താ എന്തുവാ കൂടി കണ്ടിട്ടില്ലല്ലോ.